പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത വാഹനത്തിനാണ് ഉദ്യോഗസ്ഥർ പിഴ ഈടാക്കിയത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അഭിനന്ദിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ പിഴ ഈടാക്കിയത് വലിയ മനോവിഷമം ഉണ്ടാക്കിയെന്ന് പത്തനംതിട്ട ഓഫ് റോഡ് റൈഡേഴ്സ് കൂട്ടായ്മ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. അതിൽ MVD ഉദ്യോഗസ്ഥർ ശത്രുക്കളോട് പെരുമാറുന്നത് പോലെയാണ് തങ്ങളോട് പെരുമാറുന്നതെന്നും അവർ പറയുകയാണ്. പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ നിന്നും ചില ഇത്തരം വാഹനം ഓടിക്കുന്ന ആളുകൾക്കൊപ്പം ചേരുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാം. വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആറന്മുളയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഓഫ് റോഡ് വാഹനങ്ങളാണിത്. ഇത് ഏറെ നിർണായകമായിരുന്നു. അതായത് രക്ഷാപ്രവർത്തനത്തിനും ഒപ്പം തന്നെ ക്യാമ്പുകളിലേക്കുമൊക്കെ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിനും കുടുംബങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിനുമൊക്കെ ഈ ഓഫ് റോഡ് വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നു. 7000 രൂപയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ഓഫ് റോഡ് വാഹനത്തിന് പെറ്റിയടിച്ചത്. ഇപ്പോൾ ഇതിന്റെ ഈ ഓഫ് റോഡ് വാഹനം അവിടെ സർവീസ് നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരാണ് ഈ കാണുന്നതെല്ലാം. നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു ഇതെൻ്റെ വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ അതിൽ മൊത്തം വെള്ളം കയറി വണ്ടി മൊത്തം ഡാമേജ് ആയിട്ടുണ്ട്. അന്നേരം ഓയിലും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടൂർ പോയായിരുന്നു. അടൂർ റോഡിൻ്റെ സൈഡ് നിർത്തിയപ്പോൾ ഒരു MVD ഓഫീസർ വന്നു. അങ്ങനെ ഫൈൻ ഇടുമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാണ് ലൈറ്റൊക്കെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം CM വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കോഴഞ്ചേരിയിൽ CM നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം CM നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ് വിട്ടത്. പൊല്യൂഷൻ ഞാൻ എടുത്തിട്ട് കാണിച്ചു. അപ്പോൾ ആ 2000 അതിൽ നിന്ന് എനിക്ക് 250 ഫൈൻ അത് കുറച്ച് തന്നു. പക്ഷേ ലൈറ്റിൻ്റെ ഫൈൻ അവിടെ കിടപ്പുണ്ട്. വണ്ടി ബോട്ട് വെള്ളത്തിൽ ഓടുന്ന പോലെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നത്. വണ്ടിക്കും ഡാമേജ് ആയിട്ടുണ്ട്. നമുക്കും പലർക്കും ഈ കൂട്ടത്തിൽ വന്ന പലർക്കും പനിയും പിടിച്ച് അങ്ങനെ പല അസുഖങ്ങളുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ രാവും പകലും ഇല്ലാതെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 4 ദിവസം. ഇന്നാണിപ്പോൾ നമ്മളൊന്ന് ശരിക്കും റെസ്റ്റ് എടുക്കുന്നത് തന്നെ. ഈ കിടക്കുന്ന വാഹനങ്ങൾ പല വാഹനവും കഴിഞ്ഞ 3-4 ദിവസമായിട്ട് വെള്ളത്തിൽ കൂടെ ഓടുന്നത്. ഒരു ബോണറ്റ് ലെവലിൽ മണ്ടയ്ക്കാണ് എല്ലാ വണ്ടികളും ഓടുന്നത്. ഈ വണ്ടിയുടെ ട്രാൻസ്മിഷൻ ഓയിൽ, ഹൗസിംഗ് ഓയിൽ, ഗിയർ ബോക്സ് ഓയിൽ ഇതെല്ലാം കംപ്ലൈൻറ്റ് വരും. പിന്നെ സ്വാഭാവികമായിട്ട് വണ്ടിയുടെ ബെയറിങ്ങുകൾ കംപ്ലൈൻറ്റ് വരും. ഈ നഷ്ടമെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി പത്തനംതിട്ട ഓഫ് റോഡ് എന്ന് പറയുന്ന ക്ലബിൻ്റെ ബേസിൽ നമ്മൾ ഈ റെസ്ക്യൂവിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്കെങ്കിലും നമ്മളെ ഒഴിവാക്കാമായിരുന്നു. ഇന്നൊരു ദിവസമെങ്കിലും ഒഴിവാക്കി ഒരു വാണിംഗ് എന്ന് വിടുക. ഓക്കെ, നാളെ ഇതെല്ലാം റെഡി ആയിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതുപോലും ചെയ്യാതെയാണ് ഇന്ന് നമുക്കൊരു അറൗണ്ട് 7000 രൂപയാണ് പെറ്റിയടിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ സ്റ്റാറ്റസ് ഇട്ടേ ഉള്ളൂ ഈ മാസം ഞങ്ങൾ പെറ്റിയടിക്കില്ല. കാരണം ഒരു 10,000 രൂപ സർവീസ് ഇപ്പോൾ വരും, ഏറ്റവും കുറഞ്ഞത്. കാരണം നമുക്ക് ഓയിൽ മാറുകയെന്നുള്ളതല്ല വേറെ ഓപ്ഷൻ ഇനിയില്ല. എല്ലാ ഓയിലുകളും മറികളഞ്ഞേ പറ്റും. നമ്മൾ പറയുന്ന നിയമം നടപ്പിലാക്കേണ്ടതെന്നല്ല, അപ്പോൾ വിവേകപൂർവ്വം നടപ്പിലാക്കും. നിയമം നടപ്പിലാക്കേണ്ട എന്നുള്ളതല്ല, വിവേകപൂർവ്വം നടപ്പാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഓഫ് റോഡ് റൈഡേഴ്സ് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട. അപ്പോൾ അവരുടെ വാദവും നമ്മൾ കേൾക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ രക്ഷാപ്രവർത്തന മുഖത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരം വാഹനങ്ങൾ തന്നെ വേണം. കൂടുതൽ എളുപ്പത്തിൽ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും അതിൽ പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് അവരുടെ വാദം.